എനിക്കല്ല നിനക്കൊക്കെയാണ് കഴപ്പ് കേട്ടല്ലോ. 3-4 ശിക്ഷാ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. അതിലൊന്ന് ഒരാഴ്ച. ഇപ്പൊ ആർക്ക് എന്ത് പറ്റി? എനിക്കല്ല കഴപ്പ്, നിനക്കാണ് കഴപ്പെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇതൊരു വ്ളോഗറാണ്. സ്വന്തം കാറിൽ ഒരു പൂള് പണിഞ്ഞ് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ നടന്നതാണ്. അവസാനം ഇപ്പോൾ MVD അദ്ദേഹത്തിന്റെ വണ്ടിയുടെയും പേപ്പറും അതുപോലെ ലൈസൻസും എല്ലാം റദ്ദാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി കാണുന്നവരൊന്ന് കാണും, ഇതൊന്നും കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാം, അങ്ങനെയാണ് ഈ റോഡിലൊക്കെ ഇച്ചിരി വെള്ളം പോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പോൾ റോഡ് മൊത്തം കുഴിയല്ലേ, വെള്ളമല്ലേ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വേറെ, ഇത് വേറെ, രണ്ടായിട്ട് കാണുക. പിന്നെ ഈ ചെയ്തതിന് അദ്ദേഹത്തിന് കിട്ടാനുള്ള നല്ല മുട്ടൻ പണി. ഇനിയിപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ എൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്, ആ വീഡിയോ കണ്ടു. അതായത് ഒരു അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു ഷീറ്റ് ടർപ്പായൊക്കെ ഇട്ട് അതിലേക്ക് വെള്ളം നിറച്ച് അത് റോട്ടിൽ കൂടെ ഇങ്ങനെ ഓടിച്ച് അദ്ദേഹത്തിൻ്റെ ആ എയർ ബാഗ് പൊട്ടി. ഒരുപാട് ഇഷ്യൂ, അത് ഭയങ്കര ഇഷ്യൂ ആയി. അത് MVDക്ക് ആരും അയച്ചു കൊടുത്തു. MVD അതിനെതിരെ കംപ്ലൈൻറ്റ് എടുത്തു, പരാതി എടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈസൻസും അതുപോലെ ഓടിച്ചാക്കട ലൈസൻസും വണ്ടിയുടെ പേപ്പറും റദ്ദാക്കി. ഇത്ര വർഷത്തേക്ക്, 1 വർഷത്തേക്കായിട്ട് റദ്ദാക്കി. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അതായത് റോട്ടിൽ കൂടെ പയ്യന്മാർ കാറിൽ കയറി ഇരുന്നിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ട്. ആ വീഡിയോയിൽ അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജായിട്ട് പണിയെടുക്കുക, അതായത് അവരെ ഹെൽപ്പ് ചെയ്യുക 5 ദിവസത്തേക്ക്. ആ ഒരു പയ്യൻ്റെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് എന്തായാലും ഇൻസ്പിറേഷൻ വരുന്നതല്ല, എന്നാലും നമ്മൾ ചിന്തിക്കും. അവൻ പറയുന്ന വാക്കുകൾ, ചെറിയ പയ്യൻ, അതായത് വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരൻ തന്നെ പറയുന്നൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. നമസ്കാരം, എൻ്റെ പേര് വിനാൻ അക്ഷർ. എൻ്റെ വീട് ഷൂരിനാട്, കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞ പോലെ ഒരു നിയമവിരുദ്ധമായിട്ട് എൻ്റെ ഒരു വണ്ടി ഓടിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളൊരു റീൽസ് എടുക്കാൻ വേണ്ടി നിന്നെയാണ് ഡോറിനകത്ത്, ഞാനാണ് വണ്ടി ഓടിച്ചത്. അതങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലായതുകൊണ്ട് അതിൻ്റെ ഒരു മേളത്തിൽ കയറിയതാണ്. എൻ്റെ ഫ്രണ്ട്സും ഞാനും എല്ലാവരുടെയാണ് നിന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ബഹുമാനപ്പെട്ട RTO സാറിൻ്റെ മുന്നിൽ ജനങ്ങൾ എത്തിച്ചത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം എനിക്കതിൽ നിന്ന് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാനും ഞാൻ കാണിച്ച തെറ്റ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട RTO സാറായ മനോജ് സാർ എനിക്ക് വന്നത് എന്നോട് പറഞ്ഞത് 4 ദിവസം ഗാന്ധി ഭവനിലും 4 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ അവിടെ നിന്ന് സേവനം നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും എൻ്റെ കൈ ചോരയിൽ മാറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ആംബുലൻസും നമ്മൾ കാണുന്നത് ചോരയും കുളിപ്പിച്ച് ഓരോ ശരീരങ്ങളാണ്. എൻ്റെ കയ്യിലിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പേര് മരിച്ചിട്ടാണ് ഞാൻ എടുത്ത് സ്ഥലത്തിലോട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ കണ്ടാൽ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ കാണിക്കുന്ന തെറ്റ് കാരണം മറ്റൊരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അവിടുന്ന് ഞാനൊരു റാഷ് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ഒരു ലിമിറ്റ് വേണ്ടി പോകുന്ന ഒരു സ്കൂട്ടറിനെ തട്ടി കിട്ടിയാൽ മതി. പുള്ളി താഴെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പൊട്ടിപ്പോയി കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, ലേണേഴ്സ് ലൈസൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ അങ്ങനെയുള്ള സന്തോഷമായിരിക്കും. അപ്പം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, നിയമങ്ങൾ പാലിക്കുക. കണ്ട കാഴ്ചകൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. കണ്ടല്ലോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, അവൻ കാർ ഓടിച്ചതിന് പോലീസുകാർ അവന് കൊടുത്തൊരു പണിഷ്മെന്റ് ആണ്. അതിനുശേഷം അവൻ സ്വന്തം തോന്നി പറഞ്ഞ ഒരു ഡയലോഗുകളാണ്. ഇതേപോലെ തന്നെ ഒരു പണി അദ്ദേഹത്തിനും കൊടുത്തിട്ട് ഇതൊരു മാതൃകയായിട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നുന്നു. വലിയ രീതിക്ക് ശിക്ഷ എന്നുള്ള രീതിക്ക് കേരളത്തിൽ അങ്ങനെ വണ്ടി ഓടിച്ചതിന് പുറം നാട്ടിൽ ചെയ്യാം, ഇവിടെ അതൊരു മാതൃക ശിക്ഷയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ ഇനി ഇത് അനുകരിക്കാതിരിക്കാൻ വേണ്ടി വല്ല പറമ്പിലോ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് വല്ല പറമ്പിലോ, അല്ലെങ്കിൽ വിശാലമായി മറ്റുള്ള വ്ളോഗേഴ്സും അല്ലെങ്കിൽ ഇതേപോലെ പരീക്ഷിക്കുന്നവർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതാണ്. ഇത് ഹിന്ദിക്കാരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ. അവരൊക്കെ ഒരു പറമ്പിൽ, വിശാലമായ ഒരു പറമ്പിൽ മറ്റു വണ്ടികളില്ലാണ്ട് ആ വണ്ടിയിൽ വെള്ളം നിറച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. ആർക്കും അപകടമോ അല്ലെങ്കിൽ വേറെ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ്. എന്നിട്ട് വന്നിട്ട് നാട്ടുകാരെ തെറി പറയുക, കഴപ്പാണെന്ന് പറയുക, അതാണെന്ന് ഇതാണെന്ന് പറയുക. എനിക്ക് യോജിക്കാൻ പറ്റുള്ള ഇതിൻ്റെ അടുത്ത് അവൻ ശരിയാണ്, അവൻ്റെ കാശ്, അവൻ്റെ കാറ്, അവൻ്റെ ഇടപാട്, അവൻ്റെ എല്ലാം അവൻ്റെ തന്നെ എന്നും കരുതുകൊണ്ട് നീ പറയണതെല്ലാം, അവൻ പറയണതെല്ലാം നാട്ടുകാരും കേൾക്കണം, തന്തക്ക് വിളിയും അവൻ്റെ ഇതും കഴപ്പും കാണണം എന്നൊക്കെ പറഞ്ഞല്ല. അത് ഇച്ചിരി പാടാടി.